നമസ്കാരം. ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 വാർത്തകളുമായി പ്രവാസി സർവ്വവാർത്ത ആരംഭിക്കുന്നു. റമദാൻ മാസത്തിൽ 1 കോടി ആളുകൾക്ക് അന്നദാന പദ്ധതിയുമായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും. അർഹരായവർക്ക് ഭക്ഷണം പാഴ്സലായി എത്തിക്കാനുള്ള ക്യാമ്പയിന് തുടക്കം കുറിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് നിർദ്ദേശം നൽകി. ഷെയ്ഖ് ഹിദ് ബിൻ മക്തുമിന് കീഴിലായിരിക്കും ക്യാമ്പയിൻ. ഗൾഫ് നാടുകളിലേക്ക് മെയ് 31 വരെ വിമാന സർവീസ് ഉണ്ടാവില്ലെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ് തുടങ്ങിയ കമ്പനികൾ അനുമതി ലഭിച്ചാൽ ഏതു സമയത്തും സർവീസ് നടത്താൻ തയ്യാറാകുമ്പോഴാണ് എയർ ഇന്ത്യയുടെ പിന്മാറ്റം. ദുബായിൽ പുറത്തിറങ്ങാൻ പോലീസ് നൽകുന്ന പെർമിറ്റ് സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരെ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്ന് അധികൃതർ. ഇത്തരം രേഖകൾ പരിശോധിക്കാനുള്ള ചുമതല പോലീസിന് മാത്രമാണ്. എന്നാൽ വ്യക്തികൾ തമ്മിൽ അകലം പാലിക്കുന്നതടക്കമുള്ള ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണം. ചില സൂപ്പർ മാർക്കറ്റ് ജീവനക്കാർ സന്ദർശകരോട് പെർമിറ്റ് കാണിക്കാൻ ആവശ്യപ്പെട്ടതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. UAE റംസാനിൽ സർക്കാർ മേഖലയിലെ പ്രവൃത്തി സമയം 5 മണിക്കൂർ. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയായിരിക്കും സമയമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഈ മാസം 24-ന് റംസാൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 26,649 കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 10 പേർ കൂടി ഗൾഫിൽ മരിച്ചു. ഇതോടെ ഗൾഫിലെ കോവിഡ് മരണം 166. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 4 ഇന്ത്യക്കാർ കൂടി മരണമടഞ്ഞു. ഇതോടെ മരണപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം 10. 2 മലയാളികളും 3 മഹാരാഷ്ട്ര, 3 ഉത്തർപ്രദേശ്, 2 തെലങ്കാന സ്വദേശികളുമാണ് മരണപ്പെട്ടത്. കർഫ്യൂ സമയത്ത് നടപ്പിലാക്കിയ ഏകീകൃത പാസ് സംവിധാനം നാളെ സൗദിയിലെ എല്ലാ പ്രദേശങ്ങളിലും നടപ്പിലാക്കും. കർഫ്യൂ ഇളവ് അനുവദിച്ചിട്ടുള്ള മേഖലയിലുള്ളവർക്ക് മാത്രമേ പാസ് അനുവദിക്കൂ എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ ചട്ടങ്ങൾ ലംഘിച്ച 5 റെസ്റ്റോറന്റുകളും കഫറ്റേരിയകളും അധികൃതർ അടപ്പിച്ചു. സൗത്ത് അൽ ബദിരയിലെ സ്ഥാപനങ്ങൾക്ക് എതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഗസയിലെ ഹെൽത്ത് ക്വാറന്റൈൻ സെന്ററുകളിൽ കഴിയുന്ന 100 കണക്കിന് പേർക്ക് നൽകി വരുന്ന സഹായം തുടരുമെന്ന് ഖത്തർ അറിയിച്ചു. ക്വാറന്റൈനിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് പുറമെ മറ്റുള്ളവർക്ക് നൽകുന്ന ഭക്ഷ്യസഹായവും തുടരും. ഗസയിലെ 1 ലക്ഷം കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയതായി ഖത്തർ അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ 164 പുതിയ കൊറോണ വൈറസ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതിൽ 64 പേർ ഇന്ത്യക്കാരാണ്. ഇതോടെ കുവൈത്തിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1915 രോഗബാധിതരായ ഇന്ത്യക്കാരുടെ എണ്ണം 1087 ഉയർന്നു. കുവൈറ്റിൽ സഹകരണ സംഘങ്ങളിൽ വാണിജ്യ മന്ത്രാലയം ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് ആരംഭിച്ചു. സഹകരണ സംഘങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലെ തിരക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഷോപ്പിംഗ് ആപ്പ് തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ 6 സഹകരണ സംഘങ്ങളിലാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ക്രമേണ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കോവിഡിനെതിരെയുള്ള പ്രതിരോധ നടപടിയുടെ ഭാഗമായി ദുബായ് എമിറേറ്റിലെ 75%-ലധികം പ്രദേശങ്ങളും ശുചിത്വവൽക്കരിക്കപ്പെട്ടതായി ദുബായ് സിവിൽ ഡിഫൻസ്. ഇതിനകം 1.5 ലക്ഷത്തിലേറെ തൊഴിലാളികളെ ബോധവൽക്കരിക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 813 കെട്ടിടങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. മാംസത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സുഡാനിൽ നിന്നും 1,60,472 ആടുമാടുകളെ ഇറക്കുമതി ചെയ്തതായി സൗദി പാരിസ്ഥിതിക കാർഷിക മന്ത്രാലയം അറിയിച്ചു. 1 മാസത്തിനിടെയാണ് ഇത്രയും വരുന്ന ആടുമാടുകൾ ഇറക്കുമതി ചെയ്തതെന്ന് മന്ത്രാലയം അറിയിച്ചു. പരിശോധനകൾക്ക് ശേഷം രോഗമില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് ജിദ്ദ ഇസ്ലാമിക പോർട്ടലിൽ നിന്നും ഇവ പുറത്താക്കിയത്.
ഒമാനിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1027ആയി. സമൂഹവ്യാപനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചതിന്റെ സൂചനകൾ നൽകി മസ്കറ്റിന് പുറത്തും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തെ മൊത്തം വൈറസ് ബാധിതരുടെ എണ്ണം 1266ആയി. കുവൈറ്റിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് ഇനിയും വൈകാൻ സാധ്യതയുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ പ്രകാരം ജൂൺ മാസം ആദ്യത്തോടുകൂടി മാത്രമായിരിക്കും സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുക. സൗദിയിൽ ഇതിനകം 1.8 ലക്ഷം പേർക്ക് COVID-19 പരിശോധന നടത്തിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം. റാപ്പിഡ് പരിശോധനകൾ ആരംഭിച്ചതോടെയാണ് രോഗികളുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തി തുടങ്ങിയത്. അബുദാബിയിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി. വില വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് 30 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. 375 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതായി അബുദാബി സാമ്പത്തിക വികസന വിഭാഗം അറിയിച്ചു. വിദേശത്ത് നിന്ന് 11 വിമാനങ്ങളിലായി 1233 കുവൈറ്റ് പൗരന്മാരെ കുവൈറ്റ് സർക്കാർ തിരിച്ചെത്തിച്ചു. ഇവരിൽ 42 പേരെ നിർബന്ധിത ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 1187 പേർക്ക് വീടുകളിൽ ക്വാറന്റൈൻ ഏർപ്പെടുത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊറോണ വൈറസ് പശ്ചാത്തലത്തിൽ മറ്റു രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 50,000 സ്വദേശികളെ ഒഴിപ്പിച്ചുകൊണ്ടുവരാനാണ് കുവൈറ്റ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ കർഫ്യൂ ലംഘിച്ചതിന് 34 പേർ അറസ്റ്റിൽ. കർഫ്യൂ സമയത്ത് കാർ ഓടിച്ച് ആളുകളെ ഭയപ്പെടുത്താൻ ആകാശത്തേക്ക് വെടിവെക്കുകയും ചെയ്ത 2 സൗദികളെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആളുകളെ ചീത്ത വിളിച്ച് മറ്റൊരു സൗദി പൗരനെ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച വിദേശിയെയും അറസ്റ്റ് ചെയ്തു. ദുബായിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. വടകര ഓർക്കാട്ടേരി സ്വദേശി AK കാസിം ഹാജിയാണ് മരിച്ചത്. ദുബായിൽ വസ്ത്രവ്യാപാരം നടത്തുകയായിരുന്നു ഇയാൾ. കുവൈറ്റിൽ മലയാളി വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട സ്വദേശി സന്തോഷ് എബ്രഹാം, ഡോക്ടർ സുജ ദമ്പതികളുടെ മകൻ 13 വയസ്സുള്ള നിഹാൽ മാത്യു ഐസക്കാണ് മരിച്ചത്. താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഖത്തറിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 5448ആയി ഉയർന്നു. മരണസംഖ്യ 8ആയി മാറി. 4922 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്ത് COVID-19 വ്യാപിക്കുന്നത് തടയാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് വ്യക്തമാക്കി. COVID-19 പ്രതിരോധിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിന് രൂപവൽക്കരിച്ച സുപ്രീം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാണ്. ഒമാൻ ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുടെ നേതൃത്വത്തിലാണ് സുപ്രീം കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ പ്രവാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ പരാതികൾ നൽകാൻ ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഉപയോഗിക്കണമെന്ന് ആവർത്തിച്ച് ഖത്തർ ഇന്ത്യൻ എംബസി. പ്രവാസികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാമെന്ന് എംബസി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. രോഗവ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ തെറ്റായ വിവരങ്ങൾ പടരാതിരിക്കാൻ കൂടി വേണ്ടിയാണ് എംബസിയെ നേരിട്ട് ബന്ധപ്പെടാൻ പ്രവാസികളോട് നിർദ്ദേശിക്കുന്നത്. ബഹ്റൈനിൽ 100 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 1107ആയി ഉയർന്നു. പുതുതായി രോഗം സ്ഥിരീകരിച്ചവരിൽ ഇന്ത്യക്കാരടക്കം 78 പേർ വിദേശ തൊഴിലാളികളാണ്. 7 പേരാണ് ഇതുവരെ മരണപ്പെട്ടത്. 1107 പേർ ചികിത്സയിൽ തുടരുകയാണ്. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി ഖത്തറിലെ ഇൻഡസ്ട്രിയൽ മേഖലകളിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഫീൽഡ് ഹോസ്പിറ്റൽ ആരംഭിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ ഫീൽഡ് ഹോസ്പിറ്റൽ നിലവിൽ വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒമാന്റെ ഈ വർഷത്തെ പൊതു ബജറ്റിൽ ധനകാര്യ മന്ത്രാലയം 500 ദശലക്ഷം റിയാലിന്റെ കുറവ് വരുത്തി.
എണ്ണവില ഇടിവിന്റെ പശ്ചാത്തലത്തിലുള്ള ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമാണിതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സിവിൽ സുരക്ഷാ പ്രതിരോധ സ്ഥാപനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതത്തിൽ 5% കുറവാണ് ധനകാര്യ മന്ത്രാലയം വരുത്തിയത്. വികസന ബജറ്റിൽ 10%ന്റെയും കുറവ് വരുത്താൻ ധനകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. റിയാദിൽ കോഴിക്കോട് പയ്യാനക്കൽ സ്വദേശി രാജേഷ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. റിയാദിലെ സോണ ഗോൾഡൻ ഫാക്ടറിയിൽ തൊഴിലാളിയാണ് ഇയാൾ. കോവിഡ് പ്രതിരോധ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം റമദാനെ വരവേൽക്കേണ്ടതെന്ന് സൗദി പണ്ഡിത സഭ. സമൂഹ അത്താഴം, നോമ്പുതുറ തുടങ്ങിയ ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം. ദാനവും സക്കാത്തും സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിരിക്കണം. മസ്കറ്റിലെ പാർക്കിംഗ് ഫീസ് നീട്ടിയതായി നഗരസഭാ അധികൃതർ. കോവിഡ് പശ്ചാത്തലത്തിന്റെ ഭാഗമായാണ് പാർക്കിംഗ് ഫീസ് ഒഴിവാക്കിയത്. ഇനി ഒരു അറിയിപ്പുണ്ടാക്കുന്നതുവരെ ഇളവ് പ്രാബല്യത്തിലുണ്ടാകും. കോവിഡ്-19 ബാധിച്ച് വെന്റിലേറ്ററിലാണെങ്കിലും മകന് ജന്മം നൽകി യുവതി. 8 മാസം ഗർഭിണിയായിരിക്കെയാണ് ന്യൂയോർക്ക് സ്വദേശിയായ യാനിരിക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. യാനിരിക്ക് കടുത്ത ശ്വാസതടസ്സം നേരിടുകയും ചെയ്തതോടുകൂടിയാണ് ഇവരെ വെന്റിലേറ്റർ സഹായത്തോടെ ആർട്ടിഫിഷ്യൽ കോമയിലേക്ക് വിടാൻ ഡോക്ടർമാർ തീരുമാനമെടുത്തത്. ഈ അവസ്ഥയിലായിരുന്നു യാനിര 4ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത്. യുഎസിലേക്കാൾ കോവിഡ് മരണം ചൈനയിലാണെന്ന് ഡൊണാൾഡ് ട്രംപ്. കോവിഡ് ബാധിച്ച് 4632 പേർ മാത്രമേ മരിച്ചുള്ളൂവെന്ന് ചൈന പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്നും യുഎസ് പ്രസിഡന്റ് പറഞ്ഞു. യുഎസിലെ മരണനിരക്ക് യൂറോപ്പിലേക്കാൾ കുറവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ച 55 ലക്ഷം ഗുളികകൾ യുഎഇയിലെത്തി. വെള്ളിയാഴ്ച വൈകിട്ടാണ് മരുന്ന് കയറ്റുമതിക്ക് ഇന്ത്യയുടെ അനുമതി ലഭിച്ചത്. ഇന്നലെ വൈകിട്ട് ഇവ എത്തി. യുഎഇ അധികൃതർ ഇന്ത്യക്ക് നന്ദി അറിയിച്ചു. അതേസമയം കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസി മലയാളികൾ പലരും മാനസിക സംഘർഷത്തിലാണെന്ന് സന്നദ്ധ ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. ഖത്തറിൽ റമദാൻ മാസം ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനായി വ്യവസായ മന്ത്രാലയവും ഭക്ഷ്യവകുപ്പും ചേർന്ന് സംയുക്ത ദേശീയ പദ്ധതി പ്രഖ്യാപിച്ചു. വിവിധ ഭക്ഷ്യവസ്തുക്കളുടെ പ്രാദേശിക ഉൽപാദനം കൂട്ടുന്നതിനും ആട്ടിറച്ചി ഉൾപ്പെടെ സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കോവിഡ് സാഹചര്യത്തിലെ റമദാനിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായാണ് ഖത്തർ വ്യവസായ മന്ത്രാലയവും ഭക്ഷ്യവകുപ്പും ചേർന്ന് സംയുക്ത ദേശീയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൗദിയിൽ താമസ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുപോകാൻ അനുമതിയില്ലാത്തവർക്ക് അനിവാര്യ സാഹചര്യങ്ങളിൽ പ്രത്യേക പാസ് നൽകുമെന്ന് പൊതുസുരക്ഷാ വിഭാഗം. വിവിധ ഗവർണറേറ്റുകളുടെ നേരത്തെ അടച്ചുപൂട്ടിയ താമസ കേന്ദ്രങ്ങളുള്ളവർക്കും പുറത്തുപോകുന്നതിന് അനുമതി പത്രം ലഭിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് അനുമതി പത്രം അനുവദിക്കുകയെന്നും സുരക്ഷാ വിഭാഗം അറിയിച്ചു. ടോം ആൻഡ് ജെറി ആനിമേഷൻ ചിത്രത്തിന്റെ സംവിധായകൻ യൂജിൻ മെറിൽ ഡേറ്റ് അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച രാത്രിയോടെ പ്രാഗിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നു അന്ത്യം. പോപ്പോയിത് പരമ്പരയിൽ ചിലതും ടോം ആൻഡ് ജെറിയുടെ 13 എപ്പിസോഡുകളും യൂജിൻ മെറിൽ ഡേറ്റ് ആണ് സംവിധാനം ചെയ്തത്. കാനഡയിലെ നോവ സ്കോഷ്യ പ്രവിശ്യയിലുണ്ടായ വെടിവെപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 13 പേർ മരിച്ചു. പോലീസ് യൂണിഫോമിൽ തോക്കുമായി എത്തിയ അക്രമിയാണ് വെടിവെപ്പ് നടത്തിയത്. 51-കാരനായ ഗബ്രിയേൽ വോട്ട്മാൻ എന്നയാളാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾ വെടിയേറ്റു മരിച്ചു. 30 വർഷത്തിനിടെ കാനഡയിലുണ്ടായ ഏറ്റവും വലിയ വെടിവെപ്പാണിത്. ഞായറാഴ്ച രാത്രി പോലീസ് വേഷത്തിലെത്തിയ അക്രമി വീടുകളിൽ കയറി വെടിവെപ്പ് നടത്തുകയായിരുന്നു. കോവിഡ്-19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ലോക്ഡൌൺ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ടെക്സാസ് ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം.
മിഷിഗണിൽ നടന്ന പ്രതിഷേധത്തെ അനുകൂലിച്ച് പ്രസിഡന്റ് ട്രംപ് ട്വീറ്റ് ചെയ്തതിനെ തുടർന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തമാവുന്നത്. ടെക്സാസ് തലസ്ഥാനമായ ഓസ്റ്റിനിൽ ഇൻഫോവേഴ്സ് എന്ന വെബ്സൈറ്റിന്റെ സൂത്രധാരൻ അലക്സ ജോൺസിന്റെ പിന്തുണയോടെയാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. കോവിഡിൽ നിന്ന് മുക്തി നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഔദ്യോഗിക ജോലികളിൽ തിരികെ എത്തി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം മന്ത്രിസഭാംഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയതായി സൺഡേ ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തു. പാർലമെന്റിലെ സ്വകാര്യ മുറിയിൽ നിന്നാണ് അദ്ദേഹം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കോവിഡിനെ നിയന്ത്രിക്കുന്നതിൽ തുടക്കത്തിൽ ബോറിസ് സർക്കാരിന് പാളിച്ച പറ്റിയതായി ഇതേ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിയുടെ കൊട്ടാര വസതിയിൽ കോവിഡ് വ്യാപിച്ചതായി റിപ്പോർട്ട്. കൊട്ടാരത്തിലെ 40ഓളം ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ന്യൂയോർക്ക് ടൈംസ്. പ്രസിഡന്റ് കോവിഡ് ബാധിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. ഇത് സംബന്ധിച്ച് പ്രസിഡന്റിന്റെ പ്രതിനിധി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപ്ഷെയർ ആപ്ലിക്കേഷൻ രാജ്യത്തെ പൗരന്മാരുടെയും വിദേശികളും സ്വന്തം സ്മാർട്ട് ഫോണുകളിൽ ഇൻസ്റ്റോൾ ചെയ്യണമെന്ന് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. ഇത് ഫോണുകളിലുണ്ടെങ്കിൽ ഗുണഭോക്താക്കൾക്ക് വിവിധ പാസ്പോർട്ട്, ഇക്കാമ ഉൾപ്പെടെ വിവിധ ഔദ്യോഗിക രേഖകളുടെയും കാലാവധി ഉൾപ്പെടെയുള്ള വിവരങ്ങളും ജനവാസത്തിൽ നിന്നും ഉള്ള അറിയിപ്പുകളും അപ്പോൾ അറിയാൻ കഴിയുമെന്നും അറിയിച്ചു. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടച്ചുപൂട്ടിയ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ നിലവിലെ സാഹചര്യങ്ങൾ തൃപ്തികരമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താമസക്കാരുടെയും തൊഴിലാളികളുടെയും കാര്യത്തിലും ആശങ്കപ്പെടാനില്ല. ഭക്ഷണം, മെഡിസിൻ വിതരണം തുടങ്ങിയ അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിനും അധികൃതർ 24 മണിക്കൂറും കർമ്മനിരതരാണെന്നും അറിയിച്ചു. തൊഴിലാളികൾ നമ്മുടെ സഹോദരന്മാരാണ്. ആരോഗ്യ സംബന്ധമായ എല്ലാ വിഷയങ്ങളിലും പരിഗണനയിലുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ലോകമാകെ മഹാമാരിക്ക് ഇടയാക്കിയ കൊറോണ വൈറസിനെ മനുഷ്യർക്ക് സൃഷ്ടിക്കാനാകില്ലെന്ന് വുഹാനിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. ചിലർ എന്തെങ്കിലും തെളിവോ വിവരമോ ഇല്ലാതെ കരുതിക്കൂട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികരണം: കൊറോണ വൈറസ് വുഹാൻ ലാബിൽ നിന്ന് ചോർന്നതാണെന്ന് പ്രചാരണത്തിനിടെയാണ് ഫെബ്രുവരിയിൽ വുഹാൻ ലാബോറട്ടറി പ്രസ്താവനയിലൂടെ ഇത് നിഷേധിച്ചിരുന്നു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ റമദാൻ കാലത്ത് എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കാൻ പുതിയ പദ്ധതിയുമായി UAE. 1 കോടി ഭക്ഷണ പൊതികളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. പാകം ചെയ്ത ഭക്ഷണമോ അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കാനുള്ള അവശ്യ വസ്തുക്കളോ നൽകാനാണ് തീരുമാനം. യൂറോപ്പിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം സർക്കാരുകളുടെ കണക്കനുസരിച്ച് ലക്ഷത്തിലധികമായി. ശനിയാഴ്ച വൈകിട്ട് തന്നെ ലക്ഷം കടന്നതായി AFP അടക്കമുള്ള പാശ്ചാത്യ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ബ്രിട്ടനിലും മറ്റും യഥാർത്ഥ മരണസംഖ്യ സർക്കാർ പുറത്തുവിട്ടതിനേക്കാൾ വളരെ അധികമായിരുന്നാണ് സൂചന. ക്ലീനിംഗ് കമ്പനികളിലെ 20,000-ത്തിലധികം തൊഴിലാളികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കോവിഡ് വ്യാപനം തടയാൻ മുൻകരുതലായ അൽബാഹ മേഖലയിലെ ക്ലീനിംഗ് കമ്പനികൾക്ക് കീഴിലുള്ള ലേബർ ക്യാമ്പുകളിൽ നിന്നാണ് തൊഴിലാളികളെ ഗവൺമെന്റ് സ്കൂൾ കെട്ടിടങ്ങളിലേക്ക് മാറ്റിയത്. പ്രാദേശിക ആരോഗ്യ കാര്യാലയത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി സ്വീകരിച്ചത്. മേഖലയിലെ 80% തൊഴിലാളികളെ ഇതിനകം മാറ്റി താമസിപ്പിച്ചതായി ആരോഗ്യ വക്താവ് മാജിദ് ബിൻ അലി അൽ ഷത്വി പറഞ്ഞു. വംശീയ വർഗീയ പ്രയോഗങ്ങൾ വഴി സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷത്തിന്റെ വൈറസ് പരത്തുന്ന ഇന്ത്യൻ വർഗീയവാദികൾക്കെതിരെ അറബ് ലോകത്ത് പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എത്തിയവർക്കും ജോലി ചെയ്യുന്നവരുമായി സംഘപരിവാർ അനുഭാവികൾ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ഹീനമായ ഭാഷയിൽ വംശീയ അധിക്ഷേപം നടത്തുന്നത് പതിവായതോടെയാണ് സ്വദേശി പ്രമുഖർ വിഷയത്തിൽ ഇടപെട്ടു തുടങ്ങിയത്.
ഖത്തറിലെ കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ലോക പ്രശസ്ത ഫുട്ബോൾ താരവും പരിശീലകനുമായ സാവി. തന്റെ മാസാന്ത പ്രതിഫലം വെട്ടിക്കുറച്ചുകൊണ്ടാണ് സാവിയും ഖത്തറിലെ മറ്റ് ദേശീയ ടീം അംഗങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായത്. സ്പെയിനിൽ ദേശീയ ടീമിന്റെയും ബാഴ്സലോണ ക്ലബിന്റെയും എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളായ സാവി നിലവിൽ ഖത്തറിലെ അൽസദ് ക്ലബിന്റെ പരിശീലകനാണ്. റമദാൻ മാസത്തിൽ UAE-യിലെ പൊതുമേഖലാ ജീവനക്കാരുടെ ജോലി സമയം 5 മണിക്കൂറായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് അറിയിച്ചു. ഇന്നലെ പുറത്തുവിട്ട പുതിയ സർക്കുലറാണ് സമയക്രമീകരണം സംബന്ധിച്ച് അറിയിപ്പ് പുറത്തിറക്കിയത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബിസിനസ് മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ബിസിനസ് മേഖലയിൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അജ്മാൻ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വന്നു. ഇതനുസരിച്ച് കെട്ടിട വാടക ഉടമ്പടി ഇല്ലെങ്കിലും 3 മാസത്തേക്ക് ട്രേഡ് ലൈസൻസുകൾ പുതുക്കിക്കൊടുക്കാൻ തീരുമാനമായി. പ്രവാസി സർവ്വ വാർത്ത പൂർണ്ണമാവുന്നു.